യേശു കർത്താവിൻ്റെ സ്നേഹവന്ദനത്തെ അറിയുകയാണ്. പ്രാരംഭമായി നമുക്ക് റോമൻസ് 1-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ ശിവപാസ്റ്റർ വായിച്ചാട്ട്. റോമൻസ് 1-11-12 വാക്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെയായിരുന്നു. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം അത് നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. അപ്പൊ കാണുന്നതിന്റെ പിന്നിലെ പർപ്പസ് എന്താ? ആത്മീയ വരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം. എന്റെ കൈവപ്പിനാൽ നിങ്ങളുടെ മേൽ ആത്മീയ വരത്തിന്റെ ജ്വലനമുണ്ടാകണം. വരപ്രാപ്തരായി നിങ്ങൾ മാറണം. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ സന്തോഷം ലഭിക്കേണ്ടതിന്, ലഭിച്ചതിനെ അതുകൊണ്ടിരിക്കാനല്ല, അത് മറ്റുള്ളവരിലേക്ക് പകരുവാനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നതെന്നുള്ള വലിയ ഒരു ആശയം, മഹത്വകരമായ ഒരു ആശയം പൗലോസ് തന്റെ ലേഖനത്തിലൂടെ ഹല്ലേലൂയ സഭയെ ബോധ്യപ്പെടുത്തുകയാണ്. 11-12 വായിച്ചു കഴിഞ്ഞ് 1 തിമോഥെയോസ് 4:14 1 തിമോഥെയോസ് 4:14 വായിച്ചാണ്. ഒന്നിനെ വായിച്ച്. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിങ്ങൾക്ക് ലഭിച്ചതായ ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരട്ടെ എന്ന് കേട്ടോ. പൗലോസിന്റെ വാക്ക് ആരോഗ്യക്കുറിച്ചായി പറയുന്നേ, തന്റെ നിജപുത്രനായ തിമോഥെയോസിനെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ തിമോഥെയോസും പൗലോസും തമ്മിലുള്ള വലിയ ആഴത്തിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിന്റെ താളുകളിലൂടെ, ചരിത്രത്തിലൂടെ പരിശോധിച്ചാൽ പൗലോസിന്റെ ശുശ്രൂഷകളുടെ കൂടെ നിന്ന് പൗലോസ് സ്നാനപ്പെടുത്തി, അല്ലെ പൗലോസിന്റെ കൈവപ്പിനാൽ ശുശ്രൂഷകൾ വർദ്ധിക്കുവാൻ കൊതിയോടെ കാത്തിരുന്ന, കൊതിയോടെ ആഗ്രഹിച്ച് പൗലോസിനോട് പറ്റിച്ചേർന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് ആര്? തിമോഥെയോസ്. സഭയുടെ ചുമതലക്കാരനായി തിമോഥെയോസിനെ നിയോഗിച്ചതിന് ശേഷം സഭാ ശുശ്രൂഷയിൽ നിൽക്കുന്ന തിമോഥെയോസിന് ലേഖനത്തിലൂടെ ചില ബോധ്യം നൽകുകയാണ്. ഹല്ലേലൂയ. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ ലഭിച്ച ഓർഡിനേഷൻ, ആ ഓർഡിനേഷന്റെ പദവി, അതിന്റെ മഹത്വത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ചലനമുണ്ടായാൽ എന്തുണ്ടാകും? വലിയൊരു അഭിവൃദ്ധി ഉണ്ടാവും. ഹല്ലേലൂയ. മനസ്സിലാക്കിയ ഒരു കർത്താവിനെ സ്തുതിച്ചാണ്. 2 തിമോഥെയോസ് 1:6-7 2 തിമോഥെയോസ് 1:6-7 അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. തിമോഥെയോസേ, നിന്നോട് പറയുവാൻ, നിന്നെ ഓർമ്മപ്പെടുത്തുവാൻ ഒരു വിഷയമുണ്ട്. എന്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം നീ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ഒരാത്മമനുഷ്യന്റെ ഏറ്റവും വലിയ നിലപാടാണ് ലഭിച്ചതിനെ അടച്ച് ഭദ്രമാക്കി വെച്ചോണ്ടിരിക്കാനല്ല, അതിനെ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. കൈവപ്പിനാൽ ലഭിച്ച കൃപാവരം, പ്രവചനത്തിന്റെ ശുശ്രൂഷ, കൃപാവരങ്ങളുടെ ശുശ്രൂഷ, 5-fold മിനിസ്ട്രീസ്, അപ്പോസ്തോലിക് മിനിസ്ട്രി എന്നിൽ നിന്ന് നിനക്ക് ലഭിച്ചത് ജ്വലിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. കൈവച്ചത് എന്തിനാന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു കൃപാവരം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, കൈവച്ചവൻ ആരാന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ തലങ്ങളിൽ പല സംവിധാനങ്ങൾ നമ്മൾ കാണാറില്ലേ, അറിയാറില്ലേ? ആദ്യം മനസ്സിലാക്കേണ്ടത്
ഒരു വിളി എൻ്റെ മേലുണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്തിനാണ് എന്നെ വിളിച്ചത്? അവിടെ ഞാനായിരിക്കുന്ന ആ കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാകുന്നു. അവിടെ എനിക്ക് ലഭിച്ച കൈവപ്പിനെ കുറിച്ചും എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് കൈവപ്പിനാൽ ലഭിച്ച പകർച്ചയെക്കുറിച്ചും ആത്മീയമായ പകർച്ചയെക്കുറിച്ചുമുള്ള ബോധ്യമുണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. 6-7 വായിച്ചാൽ നിന്റെ മേൽ പകരുന്നിരിക്കുന്നത്, നിന്റെ മേൽ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, പിന്നെ ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ. കേട്ടോ, ആത്മശക്തിയുണ്ട്, പക്ഷെ ഭയങ്കര എന്താ ഇപ്പോഴത്തെ പിള്ളേരുടെ വാക്ക് പറഞ്ഞ കട്ട കലിപ്പ. കേട്ടോ, ഭയങ്കര കലിപ്പ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അടുത്ത് എറിയുന്നു, പൊട്ടിക്കുന്നു, ഓടുന്നു, അലപ്ര കൂട്ടുന്നു, എന്നിട്ട് പോയിരുന്നുകൊണ്ട് കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, പിന്നെ ഇത് തന്നെ ചെയ്യുന്നു, പിന്നെയും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാ കൃപാവരങ്ങൾ അല്ലെ? ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച ഉണ്ടായവന്റെ ജീവിതത്തിൽ ഉടനീളം വെളിപ്പെടേണ്ട ചില വിഷയങ്ങളെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചു. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പൊ ധൈര്യമുണ്ടാകും, പിന്നെ ശക്തി, നല്ല ശക്തിയോടെ മുന്നോട്ട് മുങ്ങും. സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലേ? സ്തോത്രം. 2 തിമോഥെയോസ് നമ്മൾ വായിച്ചതല്ലേ? 2 തിമോഥെയോസിന്റെ 3-ാം അധ്യായത്തിലെ 15-ാം വാക്കോടൊന്ന് വായിക്കാം. 3:15. 2 തിമോഥെയോസ് 3:15 വായിക്കാം. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നത്. കേട്ടോ, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിനകത്ത് നീ നിലനിൽക്കുക. അത് ഇച്ചിരി കേൾക്കാൻ എളുപ്പമാണ്, ഇച്ചിരി പാടുള്ള കാര്യമാണ് നിലനിൽക്കുന്നത്. ഞാൻ അറിഞ്ഞ, ഞാൻ പഠിച്ച, ഞാൻ മനസ്സിലാക്കിയ തലത്തിൽ മുന്നോട്ട് ചുവട് വെക്കുക എന്നത് കേൾക്കാൻ എളുപ്പമാണ്, നിസ്സാരമായ വിഷയമല്ല. കാരണം ചുറ്റുവട്ടമെല്ലാം നിന്റെ ആ നിശ്ചയദാർഢ്യത്തിൽ നിന്ന്, നിന്റെ ഉറച്ച നിലപാടിൽ നിന്ന് നിന്നെ മാറ്റിക്കളയുവാൻ ശക്തിയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നിനക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറഞ്ഞത്, നീ എങ്ങോട്ട് ഫോക്കസ് ചെയ്യുക? നീ ആ ചുറ്റുപാടുമുള്ള വസ്തുതകളോട്ടല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നിനക്ക് പ്രാണൻ തന്ന, അവസാനമുള്ള രക്തം വരെ ഊറ്റിത്തന്ന യേശു ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുക. ഹല്ലേലൂയ. സ്തോത്രം. 3:15 അല്ലേ വായിച്ച? 3:15. സ്തോത്രം. കുഞ്ഞ് വാക്ക് പഠിച്ചതിൽ, അല്ലേ? അതൊന്നും വായിച്ചേ. എനിക്കത് വളരെ വായിച്ചപ്പോൾ വളരെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം തോന്നിയത്. പഠിച്ചത്, പഠിച്ചതും നിശ്ചയം പ്രാപിച്ചതും അതിൽ നീ നിലനിൽക്കുക. നിന്നെ പഠിപ്പിച്ച ഒരുവനുണ്ട്, നിന്നെ നിശ്ചയദാർഢ്യത്തിലേക്ക് കൈപിടിച്ച് നിർത്തിയ ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവർ പറഞ്ഞു തന്ന വഴികളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നിസ്സാരമായൊരു വിഷയമല്ല. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം കാണുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. 9-ാം അധ്യായത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നു, യേശു 12 പേരെ ശുശ്രൂഷയിൽ നിയോഗിക്കുക. അവൻ 12 വരെ അടുക്ക വിളിച്ചു. അവർക്ക് ശക്തിയും അധികാരവും പകർന്നു. അവിടെ ശുശ്രൂഷ കേൾക്കുക. അടുത്ത അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അനന്തരം, അങ്ങനെയാണോ എഴുതിയത്? അനന്തരം കർത്താവ് വേറെ 70 പേരെ യേശു കർത്താവ് ചിലരെ ചില പദ്ധതികൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? ചുമതലപ്പെടുത്തി. ഹല്ലേലൂയ. ഇംപാർട്ടേഷൻ. ഹല്ലേലൂയ. ചിലരെ എന്ത് ചെയ്യാം? ഒരു പകർച്ച നൽകിയാണ്.
ഒരു പദ്ധതി നൽകിയാണ്, ഒരു നിയോഗം നൽകിയാണ്. അപ്പൊ യേശു കർത്താവ് തന്റെ കൈവപ്പിനാൽ അവർക്ക് ശക്തിയും അധികാരവും പകർന്നു. ഉയർത്തെഴുന്നേറ്റ യേശു അപ്പ കൊടുത്താൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരു വാഗ്ദത്തം അവർക്ക് നൽകി, നിങ്ങൾ കാത്തിരിക്കുക, മറ്റൊരു വരും, എന്റെ രണ്ടാം വരവിങ്കിൽ നിങ്ങളെ ഒരുക്കേണ്ടതിന്, നിങ്ങളെ ശക്തീകരിക്കേണ്ടതിന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന മഹാദാനം നിങ്ങളുടെ മുമ്പാകെ വെളിപ്പെടും. അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. ഹല്ലേലൂയ. അങ്ങനെ അവർ ഒരുക്കമുള്ളവരായിരുന്നു. നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ കാത്തിരുന്നവർ അവയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി, അല്ലേ? പരിശുദ്ധാത്മാവ് ഇറങ്ങി, അഗ്നി നാവുകൾ അവരെ സ്പർശിച്ചു. ഹല്ലേലൂയ. പിന്നെ അവരുടെ ശുശ്രൂഷകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അവർക്ക് വിരോധമായി എഴുന്നേറ്റ ഒരുവൻ ലോകം അറിയപ്പെടുന്ന ശ്രേഷ്ഠ അപ്പോസ്തലനായി മാറി. ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, അതിനെതിരെ പോരാടിയ ഒരുവൻ പിന്നീട് ശ്രേഷ്ഠ അപ്പോസ്തലനായി മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ മഹത്വമേറിയ തിമോഥെയോസിന് എഴുതിയ പൗലോസിന്റെ മഹത്വമേറിയ വാക്യങ്ങളാണ് നമ്മൾ ആ പ്രാരംഭത്തിൽ വായിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാൽ നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 2:27-28. 1 യോഹന്നാൻ 2 ലേഖനം 1 യോഹന്നാൻ 2:27-28 വാ. അവനാൽ പ്രാപിച്ച അഭിഷേകം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഈ അഭിഷേകത്താൽ നിറയപ്പെട്ടാലുള്ള ഗുണമാണ്. പിന്നെ വലിയ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. അവന്റെ അഭിഷേകം. അപ്പൊ ആ നിറവിന്റെ പൂർണ്ണത ഉണ്ടാകുന്ന വരെ ഉപദേശവും കൈവപ്പും ബലപ്പെടുത്തലും ഒക്കെ ആവശ്യമുള്ളതുമാണ്. വായിച്ചാട്ടെ. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകല ഉപദേശം, നിങ്ങൾക്ക് സകല അഭിഷേകം, നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാനും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. എവിടെയാ? കർത്താവിൽ വസിപ്പീൻ, പരിശുദ്ധാത്മാവിൽ വസിപ്പീൻ. ഹല്ലേലൂയ. പൂർണ്ണമായോ? ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ, കേട്ടോ, കർത്താവിന്റെ 2-ാം വരവെങ്കിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയും നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. കർത്താവിന്റെ 2-ാം വരവെങ്കിൽ ധൈര്യത്തോടെ അവന്റെ വരവിനെ എതിരേൽക്കുവാൻ നിങ്ങൾ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ വസിക്കുകയും. ഹല്ലേലൂയ. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വലിയ ആവേശമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്തു? ചോർന്നു പോയി. ഞാൻ ആരംഭത്തിലെ പറഞ്ഞ ഒരു വിഷയം അറിയപ്പെടുന്ന ഒരു ദേവദാസന്റെ ഒരു വാക്കാണ്, റൈറ്റ് അസോസിയേഷൻ ആൻഡ് റൈറ്റ് കണക്ഷൻ വിൽ ഇൻക്രീസ് യു. റൈറ്റ് കണക്ഷൻ, റൈറ്റ് അസോസിയേഷൻ. ഞാൻ വർഷിപ്പിന്റെ ടൈമിൽ പറഞ്ഞൊരു വിഷയമുണ്ട്, ആരാധന മധ്യ പറഞ്ഞൊരു വിഷയമുണ്ട്. ഏലീശയുടെ കണക്ഷൻ ആരുമായിട്ടായിരുന്നു? ഏലിയാവായിട്ടായിരുന്നു. വേറെ അഭിപ്രായങ്ങൾ തേടി അഭിപ്രായത്തിനെല്ലാം ചോദിക്കാനും പറയുവാനും പറ്റിയ ഒരാളുണ്ടായിരുന്നു കൂടെ. ആരായിരുന്നു? ഏലിയാ. ഹല്ലേലൂയ. തിമോഥെയോസിന് ഒരു വിഷയത്തെ ചൊല്ലി ഒരു സംശയം തോന്നിയാൽ, ഒരു വിഷയത്തെ ചൊല്ലി ഒരു അഭിപ്രായം ഇല്ലെന്ന് ആരായണമെങ്കിൽ അതിന് പറ്റിയ ഒരാളുണ്ടായിരുന്നു, പൗലോസ്. യേശു തന്റെ ശുശ്രൂഷയിൽ താൻ എവിടെയൊക്കെ പോയാ അവിടെയൊക്കെയും അപ്പാ ഞാൻ അങ്ങയുടെ കൂടുണ്ടെന്ന് പറഞ്ഞ് പറ്റിപ്പിടിച്ചു നടന്ന ഒരുവനുണ്ടായിരുന്നു, യോഹന്നാൻ. നീ ആരെയാ പറ്റിപ്പിടിച്ചു നടക്കുന്നത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെ നിർത്തിയിരിക്കുന്നവരെ നീ അറിയുക, അതിലൂടെ കർത്താവിന്റെ മഹത്വത്തെ അറിയുക. യേശു അപ്പയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്, യേശു അപ്പയുള്ള സ്നേഹത്തിൽ നിന്ന്
എന്നെ വേർപെടുത്താൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവൻ നിങ്ങളെ വർദ്ധിപ്പിക്കും, അവൻ നിങ്ങളെ നിറയ്ക്കും. ആത്മീയവും ഭൗതികവുമായി അവൻ നിങ്ങളെ അതിൽ നിറച്ച് അതിൽ മറ്റുള്ളവർ മുമ്പിൽ ഒരു അടയാളമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ വരുന്നവരിൽ എനിക്ക് ഈ അഭിഷേകം, എനിക്ക് ഈ ശുശ്രൂഷ പോരാ, എനിക്ക് ഈ കൃപാവരങ്ങൾ പോലെ ഇതിനപ്പുറമായ ഒരു തലത്തിലേക്ക് ജ്വലിക്കണമെന്ന് ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാൽ, അത് വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ വന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു സ്വസ്ഥതയുണ്ടാവും. ഒരു സഭയുടെ പാസ്റ്റർ എന്ന നിലയ്ക്ക് മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന രോഗസൗഖ്യത്തിനും വിടുതലിനും വേണ്ടി അതൊന്നും വേണ്ടെന്നല്ല, അതൊക്കെ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്, പ്രാർത്ഥിക്കും, അതഴിയും. പക്ഷെ ഒരാൾ എനിക്ക് അഭിഷേകത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് കടക്കണമെന്ന്, അല്ലെങ്കിൽ ശുശ്രൂഷയുടെ അടുത്തൊരു ലെവലിലേക്ക് കടക്കണമെന്ന്, അപ്പയുമായ ആഴത്തിലൊരു ബന്ധമുണ്ടാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വന്നാൽ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനെ വിളിച്ച വിളി എന്താന്ന് അവൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ശരിയാമണ്ണമുള്ള വിളിയെക്കുറിച്ച് തിരിച്ചറിവുണ്ടായാൽ വലിയൊരു പകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. വരുമ്പനാഥ യേശു അപ്പ, അങ്ങയുടെ മഹത്വത്താലും ശക്തിയാലും സകലനെ നിറയ്ക്കുന്നതിനെ ഓർത്ത് ദിനംപ്രതി ആത്മശക്തിയിൽ വർദ്ധിച്ചു വരുവാൻ, അങ്ങയുടെ നാമത്തിൽ വലുത് ചെയ്തെടുക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ പ്രാപ്തമാക്കണമേ എന്നറിയാൻ പ്രാർത്ഥിക്കുക. ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ നന്മകൾ ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ വലിയ മഹത്വപൂർണമേറിയ ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ നീ പരാജയപ്പെടുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. അവന്റെ സ്നേഹത്തെ, മഹത്വത്തെ, ശക്തിയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ചുവടുവെച്ചു അവൻ നിന്നെ ഉയർത്തി മാനിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.